വിഭജിക ഷാർജയിലെ ഭർത്തൃ വീട്ടിൽ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതകളെന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ ന്യൂസ് മലയാളത്തിന്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും വിഭജിക തന്റെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതായി കുടുംബ സുഹൃത്തായ അഭിഭാഷകൻ പറഞ്ഞു. സംഭവത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്നാണ് അഭിഭാഷകന്റെ ആരോപണം. എൻ്റെ മോൾ എന്നെ ഇത്രയും അറിയിക്കാതെ ഇത്രയും പീഡനം അനുഭവിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അവൾക്ക് ദുബായിൽ എൻ്റെ മരുമോളെ ആൾക്കാരെല്ലാം ഉണ്ട്. അവളെ പൊന്നുപോലെ നോക്കുന്നത്. അവർക്ക് പറഞ്ഞുകൂടായിരുന്നു അവർക്കൊന്ന്. അവൾ സ്വയം എല്ലാം അനുഭവിച്ച് മരിച്ച്. കൊല്ലം സ്വദേശിയായ വിഭജികയും 1.5 വയസ്സുള്ള മകളും ഷാർജയിൽ മരിച്ച സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. ഭർത്താവ് കേരളപുരം സ്വദേശി നിതീഷും കുടുംബാംഗങ്ങളും നേരത്തെയും വിഭജികയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്നതിന്റെ തെളിവുകൾ പുറത്ത്. ഷാർജയിൽ വെച്ച് ഭർത്താവ് നിതീഷും വീട്ടുകാരും ചേർന്ന് വിഭജികയെ ശാരീരികമായി പീഡിപ്പിച്ചതായുള്ള തെളിവുകളാണ് ചിത്രങ്ങൾ സഹിതം പുറത്തുവന്നത്. മരിക്കുന്നതിന് മുൻപ് വീട്ടിലുണ്ടായിരുന്ന മെയ്ഡിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായും തൊട്ടിൽ കയറിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടതെന്നും അഭിഭാഷകൻ ബിനു ആരോപിച്ചു. വിഭജികയുടെയും കുഞ്ഞിന്റെയും കാലുകൾ നിലത്ത് മുട്ടിയിരുന്നതായും അഡ്വക്കേറ്റ് ബിനു പറഞ്ഞു. ഈ വിഭജിക മുട്ടുകുത്തി നിൽക്കുന്നു, ഹാങ് ചെയ്ത് മുട്ടുകുത്തി നിൽക്കുന്നു. തൊട്ടടുത്ത് തന്നെ ആ ഫ്ലോറിൽ വലിയ വ്യത്യാസമില്ലാതെ തന്നെ ഈ കുട്ടി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ വായിൽ നിന്നും അവർ 6:45 കൊടുത്ത ഈ കുറുക്കിൻ്റെ അംശങ്ങൾ വായിൽ നിന്നും കണ്ടു എന്ന് പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ വളരെ സസ്പീഷ്യസ് ആയിട്ടാണ് മൊഴി നൽകിയത്. വിഭജികയുടെ ഡയറിക്കുറിപ്പിലെ വിവരങ്ങളെല്ലാം ഞെട്ടിക്കുന്നതാണ്. അമ്മായിയച്ഛൻ തന്നോട് മോശമായി പെരുമാറിയിട്ടും നിതീഷ് ഒന്നും പ്രതികരിച്ചില്ല. പകരം തന്നെ കല്യാണം കഴിച്ചത് അയാൾക്ക് കൂടി വേണ്ടിയാണെന്ന് പറഞ്ഞു. ഫിസിക്കലി ഉപയോഗിച്ചിട്ട് എപ്പോഴും അബദ്ധം പറ്റിയതാണെന്ന് പറയും. മറ്റൊരു സ്ത്രീയുമായും നിതീഷിന് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് വിഭജിക ഡയറിയിൽ എഴുതിയിരുന്നത്. അതേസമയം കുടുംബത്തിന്റെ പരാതിയിൽ കോട്ടയം ഡിവൈഎസ്പി വിഭജികയുടെ അമ്മയിൽ നിന്നും വിവരങ്ങൾ തേടി. നിതീഷിന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 3 വർഷമായി പണത്തിനും സ്വർണത്തിനും വേണ്ടി നിതീഷ് നിരന്തരം വിഭജികയെ പീഡിപ്പിച്ചിരുന്നതായും നാണക്കേട് കൊണ്ടാണ് ഇതൊക്കെ പുറത്തു പറയാതിരുന്നതെന്നും കുടുംബം വ്യക്തമാക്കി. നിലവിൽ ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിഭജികയുടെയും കുട്ടിയുടെയും മൃതദേഹങ്ങൾ 2 ദിവസത്തിനകം നാട്ടിലെത്തിക്കാനാണ് നീക്കം. ന്യൂസ് മലയാളം, കൊല്ലം.